പണിക്കും പോടാ. പണിക്ക് പോയി കഴിക്ക്. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ എക്സ്ട്രാ പീസ് കട്ടുകൊണ്ടോയിട്ട് വീട്ടുകാരോടല്ലേ മറ്റേ കട്ടെടുത്തു പറയാം. നിങ്ങളെ വീട്ടിൽ ഓടുന്ന പണി കൊടുക്കടാ. നിങ്ങളെ വീട്ടിൽ ഓടുന്ന കട്ടെടുത്ത വാക്ക് ഉപയോഗിക്കല്ലേ. പിന്നെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോ എക്സ്ട്രാ പീസ് കൊണ്ട് കട്ടുകൊണ്ടോ തന്നെ പറയാ. ഞങ്ങളവിടെ പറയാ ഞങ്ങളവിടെ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. മുന്നിൽ നിന്നടുത്ത് അതിനെ കട്ടൊന്നിട്ട് പറയണ. ആ മുന്നിൽ നിന്ന് കട്ടുണ്ട്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. കട്ടോണ്ടൊക്കെ നീയോ നിന്റെ വേറെ ഇയാളെന്ത് ഈ പറയണത്? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ആൾക്ക് എടുത്തതിൽ പ്രശ്നമില്ല. അത് ചൂണ്ടിക്കാണിക്കുമ്പോ കട്ടുകൊണ്ടേന്ന് പറയുമ്പോ ആൾക്ക് പ്രശ്നം. എന്നാ അത് ചെയ്യാണ്ടിരുന്നാ പോരെ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. എന്ത് കിട്ടിയാലും കൊത്തി വലിച്ചു നിന്ന അതിപ്പോ ഞാൻ കണ്ട് കൊത്തി വലിച്ചു നിന്ന ആരാന്ന്. ഇപ്പൊ കറക്റ്റ് അതിലെ വന്നിട്ട് പച്ചറച്ചി എന്ന് പറഞ്ഞത് ഇപ്പൊ കറക്റ്റ് കണ്ടോളൂ. കൊത്തി വലിച്ചു നിന്ന ആരാന്ന് ഇപ്പൊ കറക്റ്റ് കണ്ട. എല്ലാരും കണ്ടതാ. മനസ്സിലായില്ലേ? ഞാൻ എന്റെ പണി നോക്കിക്കോളാം. ഞാൻ എന്റെ പണി നോക്കാം. എല്ലാരും കൈവച്ചല്ലോ. ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും